കുരിശിന്റെ തണലിൽ ചേക്കേറുന്ന ജീവിതങ്ങൾ. കുരിശിന്റെ സുഗന്ധം ലോകമെങ്ങും പരത്തുന്നു. കുരിശിലെ ബലിയുടെ സ്നേഹം അവർ ലോകത്തിനായി സ്നേഹപൂർവം പകർന്നു നൽകുന്നു. ഇത് ഫാദർ മൈക്കിൾ പുന്നക്കൽ OCD. നിരവധി ശുശ്രൂഷകളാൽ ദൈവരാജവയലിൽ തളരാതെ മുന്നേറുന്ന ഒരു വൈദികൻ. എറണാകുളത്തിനടുത്ത് കടലോര ഗ്രാമമായ ചെല്ലാനത്ത് വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും സുവിശേഷ മുന്നേറ്റ പ്രവർത്തനങ്ങളിലും മൈക്കിളച്ചൻ വ്യാപൃതനായിരിക്കുന്നു. തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് മൈക്കിളച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. മൈക്കിളച്ച, ശാലോം TV-യിലെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ മൈക്കിൾ പുന്നക്കൽ അല്ലേ? അച്ഛൻ OCD സഭാംഗമാണ്, നിഷ്പാദുക കർമ്മലീത്ത സഭാംഗമാണ്. അച്ഛൻ വൈദികനായിട്ട് ഇപ്പോൾ എത്ര വർഷമായി അച്ഛാ? വൈദികനായിട്ട് 13 വർഷമായി. കൃത്യമായി പറഞ്ഞാൽ സുനാമി വർഷം 2004 അല്ലേ? 2004 എന്നായിരുന്നു അച്ഛാ ഓർഡിനേഷൻ? ഡിസംബർ 30 ഓ, സുനാമിയുടെ ആ ദിവസങ്ങൾ തന്നെയായിരുന്നല്ലോ അല്ലേ? സുനാമി സംഭവിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനത്തിലായിരുന്നു. അച്ഛൻ എങ്ങനെയാണ് ഈ വൈദികനാവാൻ തീരുമാനിച്ചത് അച്ഛാ? വൈദികനാകാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ കൊച്ചുനാളുകളിലെ ഇങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു വൈദികനാകണമെന്ന്. അപ്പോൾ വീട്ടിലൊക്കെ അപ്പച്ചനൊക്കെ അച്ഛൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പട്ടക്കാരനെന്ന് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പച്ചനൊക്കെ പറയും, നീ പട്ടക്കാരനല്ല പട്ടാളക്കാരനെ ആവുള്ളൂ എന്ന് പറയാമായിരുന്നു. ഞാൻ അപ്പച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, അച്ഛൻ്റെ വീട് എവിടെ? എൻ്റെ വീട് അർത്തുങ്കല. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ അപ്പച്ചൻ മരിച്ചുപോയി, പിന്നെ അമ്മച്ചിയുണ്ട്, പിന്നെ എനിക്കൊരു സഹോദരനുണ്ട്, മൂത്ത സഹോദരൻ കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്. ഒരാൾ വിവാഹം കഴിച്ചു, വേറൊരാൾ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ എനിക്ക് 3 സഹോദരിമാരുണ്ട്. അവർ 3 പേരും സിസ്റ്റേഴ്സാണ്. ഒരാൾ പൂനെയിൽ വർക്ക് ചെയ്യുന്നു, സിസ്റ്റർ മേരി ബെറൽ. പിന്നെ ഒരാൾ കുന്നുമ്മൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, സിസ്റ്റർ ഗ്രേസി സേവിയർ. പിന്നെ എനിക്കൊരു ഇളയ സഹോദരി ലിജി സേവിയർ, ഒരു തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ സിസ്റ്ററാണ്. നിങ്ങൾ 6 മക്കളാണ്? ഞങ്ങൾ ശരിക്കും 7 മക്കളാണ്. 2 പേര് കുഞ്ഞിലേ മരിച്ചുപോയി. ബാക്കി 5 മക്കളിൽ ഞങ്ങൾ 2 ആണും 3 പെണ്ണും. ആ, ഓക്കെ. 3 പേര് സിസ്റ്റർമാരാണ്. 3 പേര് സിസ്റ്റേഴ്സ്. അപ്പോൾ തിരിച്ചു വരാച്ചാ, നമുക്ക് പട്ടാളക്കാരനാവുന്ന അച്ഛൻ അപ്പം പറഞ്ഞതിലേക്കാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത്, ഈ പട്ടക്കാരനല്ല പട്ടാളക്കാരനെ ആകുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ സ്കൂളിൽ കൊച്ചുനാളിൽ ഓൾട്ടർ ബോയ്സായിട്ടൊക്കെ പോകുമായിരുന്നു പള്ളിയിൽ. അങ്ങനെ ഓൾട്ടർ ബോയ്സായി പോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു സംഭവം, ഒരു നോർബർട്ട് കൊച്ചിക്കാരൻ വീട്ടിലെത്തുമ്പോൾ അച്ഛനുണ്ടായി. അച്ഛൻ ആലപ്പുഴ രൂപതയിലുണ്ടായി, ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഒരു റിത്താലയം എന്ന് പറഞ്ഞൊരു കപ്പിളയുടെ അടുത്തായിരുന്നു. അവിടെ ഞായറാഴ്ച മാത്രമേ അന്ന് കുർബാന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡെയിലി മാസത്തിന് ഞങ്ങൾ അർത്തുങ്കൽ പോകുമായിരുന്നു. ഞായറാഴ്ച കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓൾട്ടർ ബോയ്സ് ആയത് കാരണം കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അച്ഛൻ കൈവിരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോൺസെക്രേഷൻ പ്രെയർ കഴിഞ്ഞു. തിരുവോസ്തിയും ഈ കാസയും അവിടെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥന കൊള്ളുമ്പോൾ ഞാനിങ്ങനെ തീട്ടി അച്ഛൻ്റെ അടുത്ത് ഒരു സഹകാർമ്മികനെ പോലെ എത്തി ഞാനവിടെ. എന്നിട്ട് ഞാൻ ആകാംക്ഷയോട് നോക്കി. പെട്ടെന്നാണ് അച്ഛൻ്റെ ശ്രദ്ധ കുർബാനയിൽ നിന്ന് മാറി എനിക്കിട്ട് നോക്കി. ഞാൻ പേടിച്ച് അതേപോലെ തന്നെ തീട്ടി പുറകോട്ട് പോയി. പിന്നെ ടെൻഷനായി, കാരണം അച്ഛന് ആൾത്താരയിൽ എന്തെങ്കിലും അസ്വസ്ഥത കാട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പിണങ്ങുമായിരുന്നു. അങ്ങനെ കുർബാന തീരുന്നവരെ ശരിക്കും ഒരു കുർബാന തന്നെയാണ്, കാരണം കിട്ടാനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇനി ആൾത്താരയിൽ കയറ്റുമോ അങ്ങനെയൊക്കെ ശിക്ഷ. കുർബാന കഴിഞ്ഞ അച്ഛൻ ഉടുപ്പൂരി സമയത്തും എന്നോട് വിളിച്ചു മാറ്റും. അപ്പോൾ എന്നെ വിളിച്ച് നീങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. എന്നെ വീട്ടിൽ വിളിക്കുന്നത് തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. തങ്കച്ച നീക്കി നിൽക്കുന്നു പറഞ്ഞു. സ്കൂളിലൊക്കെ അങ്ങനെ വിളിക്കണേ. ഞാൻ ഇന്ന് കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്, കാരണം പേടിയായി, ഭയങ്കര അപരാധം ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, നീ എന്തിട്ട് പണിയാണ് കാണിച്ചത്? ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് വേഷം കെട്ട് കാണിക്കണമെന്നൊക്കെ ചില ശരിക്കും വേണമെങ്കിൽ. അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഒത്തിരി വന്നു. അച്ഛൻ ഭയങ്കര നല്ലൊരു അച്ഛൻ, വിശുദ്ധനായ അച്ഛനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കണ്ണീര് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ പെട്ടെന്ന് മാറും. അപ്പോൾ തന്നെ എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നെ ഇടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ടും
നീ ഇങ്ങനെയൊന്നും ചെയ്തില്ല, നീ ആൾക്കാരെ മര്യാദയ്ക്ക് ചെയ്യണവനാണല്ലോ എന്ന് വെച്ചാൽ, പിന്നെ എന്ത് പറ്റി നീ അന്ന് അങ്ങനെ. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞേ, അച്ഛാ അതെ ആയാന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചേച്ചി എന്തിട്ട് അച്ഛൻ എന്തായോന്ന്? കുർബാനയില്ലേ ഓസ്തി വീഞ്ഞു രക്തവും മാംസവും ആയ. അപ്പോൾ ഓസ്തിയിൽ മാറ്റമൊന്നും കണ്ടില്ല, എനിക്ക് നിന്നപ്പോൾ കാണാം. അപ്പോൾ കാസയിൽ വീഞ്ഞ് കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് പെട്ടെന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ എന്നെ ഇങ്ങനെ ചെങ്കോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അതറിയണമെങ്കിൽ നീ ഒരു അച്ഛനാണെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര ഒരു തീക്കനലായിട്ട് കിടക്കുന്നുണ്ടായി. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കേഷനിലേക്ക് എന്നെ ഞാൻ അറിഞ്ഞും അറിയാതെയും കൈപിടിച്ച് നടത്ത ഒരു എലമെൻ്റ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി ചേരാണോ ചെയ്തത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. എന്താണ് അച്ഛൻ OCD സഭ എടുക്കാൻ കാരണം? എനിക്കറിയില്ല. കാരണം എനിക്ക് സന്യാസ സഭയൊന്നോ അല്ലെങ്കിൽ ഡയസിഷൻ പ്രീസ്റ്റൊന്നോ എനിക്ക് ഡിഫറൻസ് ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അച്ഛനാകുക എന്നുള്ളത് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ കുറേ നല്ല അച്ഛന്മാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ കൊച്ചച്ഛന്മാർ അവിടെ വന്നിട്ടുള്ള കൊച്ചച്ഛന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ക്രിസ്റ്റഫർ അച്ഛൻ, ജോയി പുത്തമ്പരമ്പുക്കൾ, ഇപ്പോൾ ആലപ്പുഴ രൂപതയിലെ 2 അച്ഛന്മാർ. പിന്നെ അതുപോലെ തന്നെ സൈസ് അച്ഛൻ, മരിച്ചുപോയ ഒരച്ഛൻ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സ്വാധീനം ചെലുത്തിയ ഒരു മോൺസിഞ്ഞോർ ആൻഡ് റെയ്നോൾഡ്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അച്ഛനാകണമെന്നേ ആഗ്രഹം ഉണ്ടായുള്ളൂ, ഇന്നതാകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കാസിയൻ കാച്ചപ്പള്ളി അച്ഛനാണ് എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ. അച്ഛൻ സ്കൂളിൽ വരികയും ഇങ്ങനെ വൈദികനാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പേര് കൊടുത്തു. അങ്ങനെ ആ കർമ്മലീത്ത സഭയിൽ വന്നു. അച്ഛനെ കർമ്മലീത്ത സഭ എത്ര വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് വൈദികനായത്? കർമ്മലീത്ത സഭയിൽ 13 വർഷത്തെ പരിശീലനം. 13 വർഷത്തെ ഈ ഒരു പരിശീലനം അച്ഛനെ എങ്ങനെ സഹായിച്ചു എന്നറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം അച്ഛൻ വരുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു സ്ഥലത്തു നിന്നാണ്, അല്ലേ? അർത്തുങ്കൽ പള്ളി ഇന്നൊരു ബസിലിക്കയാണ്. അതുപോലെ ഒത്തിരി സാധാരണക്കാരായ മനുഷ്യരും ഒക്കെ താമസിക്കുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ തലത്തിൽ വളരെ ആഴമുള്ള ഒരു പ്രദേശം. എങ്ങനെയാണ് അച്ഛൻ്റെ ഈ പരിശീലനം അച്ഛനെ ജീവിതത്തെ സഹായിച്ചു എന്ന് പറയാം? പരിശീലനം ഞങ്ങൾക്ക് 13 വർഷത്തെ പരിശീലനം പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങൾക്കുള്ളത്. 1 വർഷം പയസ് നഗറിൽ, പിന്നെ 2 വർഷം ഉണിച്ചിറയിൽ, പിന്നെ ഒരു വർഷത്തിനടുത്ത് ഫോർമേഷൻ വരാപ്പുഴയിലായിരുന്നു ഫോസ്ലൻസി. പിന്നെ നോഷിറ്റ് 1 വർഷമുണ്ട്. 3 വർഷം ഫിലോസഫി ആലുവ സെക്രട്ടേറിയറ്റ് ഫിലോസഫി കോളേജിൽ. അതന്നെ അതിനടുത്തല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷത്തെ റീജൻസി, അത് ഏതെങ്കിലും ഒരു ആശ്രമത്തിലായിരിക്കും. പിന്നെ തിയോളജി. ഇതാണ് ഞങ്ങളുടെ നോർമൽ ഫോർമേഷൻ. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി പഠിക്കാൻ വിടുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജ്യോതിർഭവനിലായത്. അപ്പോൾ ഫോർമേഷൻ്റെ കാലം എനിക്ക് തോന്നുന്നു അത് പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് വീട്ടിലെ കുറച്ച് ഫോർമേഷനെ കുറിച്ചും കൂടെ പറയുന്നതല്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഫോർമേറ്റർ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പച്ചനെ പറഞ്ഞേ മതിയാവും. കാരണം അപ്പച്ചനിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും അപ്പച്ചൻ്റെ പ്രാർത്ഥനയുടെ ഫോർമേഷൻ എനിക്ക് ഭയങ്കരമായിട്ടും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് കാര്യം. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അപ്പച്ചൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പച്ചൻ്റെ കാലിലൊക്കെ മന്തൊക്കെയുള്ള അപ്പച്ചനാണ്. അപ്പോൾ ഈ മന്ദമുള്ള കാലും വെച്ചുകൊണ്ട് ഇങ്ങനെ മടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും ഒരു പച്ചയായിട്ട് ഫിഗറായിട്ടും മനസ്സിലുണ്ട്. അതുകൊണ്ട് അപ്പച്ചൻ പ്രാർത്ഥനയ്ക്ക് യാതൊരു കോംപ്രമൈസും കൊടുക്കില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കുട്ടികൾ പ്രാർത്ഥന എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അപ്പച്ചനുണ്ടെങ്കിൽ പ്രാർത്ഥന ശാന്തമായിട്ട് ഇന്ന രീതിയിലൊക്കെ ഒരു ക്രമവും കാര്യങ്ങളുണ്ട്. അപ്പച്ചനില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലി കൊന്ത ചൊല്ലി അപ്പച്ചൻ എത്തിയിട്ടില്ല. പിന്നെ ലിറ്റിനിലേക്ക് കടന്നു. ലിറ്റിനെ അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ ഒന്നിച്ച് മൂത്തേച്ചി അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ചൊല്ലും. ബാക്കിയുള്ളവരെല്ലാവരും കണ്ടീഷണേ എന്ന് സ്പീഡ് ഇങ്ങനെ ചൊല്ലി ഏകദേശം തിന്നത് ലോകത്തിൻ്റെ ഭാഗങ്ങൾ നീക്കുന്നത് പറഞ്ഞപ്പോൾ പുറകെ നിന്നിട്ട് സ്വരം വന്നേക്കണേ കണ്ടീഷനായിട്ടുണ്ട്, 2ാമത്തെ കൊന്തം മുഴുവൻ ചൊല്ലാൻ പറഞ്ഞു. ആ ഒരു ഓർമ്മ ഇപ്പോഴുണ്ട്. അപ്പോൾ കാരണം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടീഷനെ എന്ന് പറഞ്ഞാൽ കണ്ടീഷനായി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് കൊന്ത ആദ്യം ഒരു തരണം. അപ്പോൾ അതൊരു രൂപീകരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ സെമിനാരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരിക്കലൊരു അവേഷനോ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കൂടുതലും അങ്ങനെ
പിന്നെ സെമിനാരിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫോർമേറ്റർ ആൻ്റണി ഡിക്രൂസ് എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. നല്ലൊരു അച്ഛനാണ്. അച്ഛൻ എപ്പോഴും വലിയ ലളിതമായിട്ടുള്ള ജീവിതം ഞങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ, നല്ല ഉപദേശങ്ങളൊക്കെ തരും, നല്ല ഡയറക്ഷനൊക്കെ തരും. ആ സമയത്തൊക്കെ എല്ലാം നല്ല ഇതായിരുന്നു. പിന്നെ ഞാൻ ബേസിക്കലി ഇത്തിരി റഫിഷ് നേച്ചറായിരുന്നു, റഫായിരുന്നു ഇത്തിരി. കൂട്ടുകാരോട് ഒത്തിരി വഴക്കിടാനും കുടിക്കാനും ഒക്കെ എല്ലാം ഭയങ്കര തിടുക്കമുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞങ്ങൾ 41ഓളം പേരുണ്ടായിരുന്നു സെമിനാരിയിൽ, ബാച്ചിൽ. പട്ടം കിട്ടിയപ്പോൾ ഞങ്ങൾ 6 പേരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഫോർമേഷൻ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഒത്തിരി പേര് കൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ഏബിളായിട്ടുള്ളവരാണ്. അന്നത്തെ ആ വർഷത്തിലെ 15ാം റാങ്കുള്ളൊരു കുട്ടി സനൽ പീറ്റർ എന്നാണ്, സനൽ SSLC ഉണ്ടായിരുന്നു. പിന്നെ ടാലൻറ്റഡ് ആയിട്ട് പാട്ട് പാടാനും പ്രസംഗിക്കാനും ഒക്കെ ഉള്ള ഒത്തിരി കഴിവുള്ള ഞങ്ങളുടെ ബാച്ചുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർമേഷൻ്റെ കാലഘട്ടത്തിൽ നല്ല ഫോർമേറ്റേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് വീട്ടിൽ അപ്പച്ചൻ്റെ ഒരു സഹായം, പ്രത്യേകിച്ച് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അപ്പച്ചൻ്റെ ഒരു വലിയ സഹായത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കുടുംബത്തിന് വലിയൊരു സ്വാധീനമുണ്ട് എന്നുള്ള തെളിവാണ്. 3 പേരും സഹോദരിമാർ ഇന്ന് സന്യസ്തരായി ജീവിക്കുന്നു. അച്ഛൻ ദൈവവിളിയിലേക്ക് വന്നു. ആ കുടുംബം വളരെ ഭംഗിയായിട്ട് രൂപപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണല്ലോ അച്ഛൻ. അതുപോലെ സെമിനാരി ഫോർമേഷനെ കുറിച്ചും അച്ഛൻ പറയാറുണ്ട്. വൈദികനായ ആ ദിവസങ്ങൾ, കാരണം ഒരു 13 വർഷത്തെ ഒരു കാത്തിരിപ്പ്, അതിന് മുമ്പ് തീർച്ചയായിട്ടും ഉണ്ട് സമയം. പക്ഷേ 13 സെമിനാരി ചേരാൻ തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം 13 വർഷത്തെ ഒരു കാത്തിരിപ്പ് ഒരുക്കത്തിന് ശേഷം വൈദികനായ ആ ഒരു ദിവസങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകളൊന്ന് പറയാം. എന്താണ് മനസ്സിൽ തോന്നിയത് അച്ഛനായപ്പോൾ? വൈദികനായത് ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് സെമിനാരി ചേർന്നത്. ഇടവകയിൽ നിന്ന് സെബാസ്റ്റ്യൻ കുരിശിങ്കൽ അച്ഛനും ഞാനും ഞങ്ങൾ ഒന്നിച്ചാണ് രണ്ടുപേരും അച്ഛനായി. പട്ടം സ്വീകരിച്ചു. 2 പേരും അച്ഛനായി. ഞങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ 3 പേരുണ്ടായിരുന്നു. ഒരാൾ തിരിച്ചു, ഷിബു തോമസ് തിരിച്ചു പോന്നു. ബാക്കി ഞങ്ങൾ 2 പേരും അച്ഛനായി. വൈദികനായ ആ ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ തലേ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം സംഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും ഒരു അന്ന് കുർബാന അർപ്പിക്കുമ്പോഴാണെങ്കിലും പിതാവ് തലയിൽ കൈവെക്കുമ്പോഴും അതുപോലെ ഓരോരുത്തർ കൈവെക്കുമ്പോഴും ഒക്കെ എല്ലാം അറിയാതെ ഈ കണ്ണിൽ നിന്നിങ്ങനെ ആ സകല വിശുദ്ധരെ ലുത്തിനിയ ചൊല്ലുന്ന സമയം, സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കണോ ആ സമയം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലയണ നനയുന്ന ഇത്ര രീതിയിൽ ആണ് നേരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഞാൻ പട്ടം സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. വെച്ചാൽ സകല വിശുദ്ധരിൽ ലുത്തിനെ ചൊല്ലുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ആ സമയത്ത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ കുർബാന അതർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനുഷ്യൻ്റെ കൈകൾക്ക് എങ്ങനെയാണ് യോഗ്യത ഉണ്ടാകുന്നത് എന്നുള്ള ചിന്ത അത് ഇപ്പോഴും ഒരു വിറവലായിട്ട് മനസ്സിലുണ്ട്. കുർബാന അർപ്പിക്കുമ്പോൾ ഒരു ഭയം ഇപ്പോഴും ഇല്ലാതില്ല. ആ ഒരു ഭയത്തിന് വലിയ അർത്ഥമുണ്ടല്ലോ വെച്ചാൽ, പേടിയല്ലല്ലോ, മറിച്ച് നമ്മളാ ചെയ്യുന്നതിൻ്റെ പവിത്രമായ കർമ്മത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു ആ വലിപ്പം കാണുന്നതല്ലേ അങ്ങനത്തെ ഒരു കാര്യം. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് അച്ഛൻ. കാരണം ഈ ഒരു ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻ്റൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു മൊമെൻ്റാണല്ലോ. അച്ഛൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, ഞാനതാണ് ശ്രദ്ധിച്ചത്. എനിക്ക് മനസ്സിലായതിനനുസരിച്ച് അച്ഛൻ കുറച്ച് നാളായിട്ട് ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. എന്താണ് അച്ഛൻ ചെരുപ്പിടാത്തത്? അങ്ങനെ പ്രത്യേകിച്ച് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണോ? അതാണ്, മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥകളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ കൊച്ചുനാളുകളിൽ. ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് വന്ന് പോകുന്നതല്ല. കാരണം എൻ്റെ 1-2 ആൾക്കാരെയൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. എൻ്റെ കുടുംബം ശരിക്കും ഒരു ദരിദ്ര കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ദരിദ്രനായിട്ട് ജീവിക്കാൻ ഒരു ആഗ്രഹവും മനസ്സിലുണ്ട്. എന്നെ സ്വാധീനം ചെലുത്തിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ പത്താംപിയൂസ് പുണ്യവാളൻ. ആ പുണ്യവാളൻ്റെ ഒരു മോട്ടോയും ഇത് തന്നെ, ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും എന്നുള്ളത്. ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും. പത്താംപിയൂസ് പാപ്പായുടെ അത് ഒത്തിരി എന്നെ സ്വാധീനം ചെലുത്തി. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോവിൻസിൻ്റെ മധ്യസ്ഥൻ കൂടിയാണ്, പേട്രൺ സെയിൻ്റാണ് പത്താംപിയൂസ്. അപ്പോൾ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾക്ക് പട്ടിണിയും ദാരിദ്ര്യവും നല്ലോണം ഉണ്ടായി.
ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി ആത്മീയമായിട്ടുള്ള ഒരു പ്രാർത്ഥന ആഴം ഉണ്ടെങ്കിലും ദാരിദ്ര്യം നല്ലോണം സാധാരണക്കാര മനുഷ്യർ നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചനെന്ന് വെച്ചാൽ ഒത്തിരി രോഗം മുതൽ സഹിച്ച് ഉണ്ടായിരുന്നു. ഒരു 10-16 വർഷക്കാലം അപ്പച്ചൻ രോഗിയായിട്ട്. ഈ കാലിലെ അതുമാത്രമല്ല, അതല്ല, അപ്പച്ചൻ്റെ കിഡ്നിയുടെ അസുഖമായിരുന്നു. അന്ന് കിഡ്നി രോഗത്തെക്കുറിച്ച് അധികം ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു 8ാം ക്ലാസ്സിലോട്ട് പോയ സമയത്ത് ഒരു ദിവസം സ്കൂളിൽ പോകാം. അപ്പോൾ അപ്പച്ചൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ യൂണിഫോം ഇല്ല. അങ്ങനെ യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് സുധ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ഞാൻ എന്നും ഓർക്കും. ഞാൻ പട്ടം കെട്ടുന്നതിന് മുമ്പ് ടീച്ചറിനെ പോയി വിളിച്ചു. അപ്പോൾ ടീച്ചർ ഒത്തിരി കരഞ്ഞൊരു രംഗമൊക്കെ ഉണ്ട്. ആ ടീച്ചർ ഇങ്ങനെ ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ എന്താ യൂണിഫോം ഇല്ലാതെ വരുന്നത് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പിണങ്ങാൻ തുടങ്ങി. എന്നെ പെട്ടെന്ന് നമ്മുടെ ട്രേഡ് മാർക്ക് കരച്ചിൽ വന്നു പോയി. കാരണം മറ്റുള്ളവരോട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് നല്ലൊരു ഡ്രസ്സാണ്. ആ ഡ്രസ്സ് ശരിക്കും എൻ്റെ സ്വന്തമല്ല. ഞങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു വീട്ടിൽ നിന്ന് എനിക്ക് തന്ന സുജയ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സാണ്, എന്നാൽ ഞാൻ യൂണിഫോം ഇടാതെ വന്നിരിക്കുന്നത്. അതാണ് ടീച്ചറിനെ പ്രകോപിപ്പിച്ചത്. ടീച്ചർ കുറഞ്ഞ് അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇല്ല എന്ന് പറയാനുള്ള ചമ്മൽ കാരണം കരയാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞ് ഓക്കെ കയറി ഇരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻ്റർവെല്ലിന് ടീച്ചർ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടും ചോദിച്ചു നീ എന്താ യൂണിഫോം ഇടാതെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ടീച്ചറെ എങ്ങനെയാണ്, എനിക്ക് യൂണിഫോം ഇല്ലായിരുന്നു, എനിക്കുള്ളത് കീറിയിരിക്കുന്നത്, പക്ഷെ തയ്ക്കാൻ എനിക്കറിയാൻ പാടില്ല, അമ്മച്ചി ഹോസ്പിറ്റലാണല്ലോ, അത് കാരണം എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ടീച്ചർ ഓക്കെ സോറി എടാന്ന് പറഞ്ഞൊക്കെ ടീച്ചർ എന്നെ പോയി ക്ലാസ്സിലിരിക്കുന്നതാണ്. അന്ന് വെള്ളിയാഴ്ച. തിങ്കളാഴ്ച ടീച്ചർ വരുമ്പോൾ 2 ജോഡി പച്ചയും വെള്ളയും യൂണിഫോമായിട്ട് ടീച്ചർ വരുന്നു. ടീച്ചർ മേടിച്ചിട്ടുണ്ട് വന്നേ. ആ ടീച്ചർ കൊണ്ടുവന്ന് എൻ്റെ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ കുർബാന കുപ്പായത്തോളം ശ്രേഷ്ഠമായിട്ട് തന്നെയാണ് അന്നത്തെ ആ ഒരു പച്ചയും വെള്ളം കുപ്പായത്തെ ഇപ്പോഴെൻ്റെ മനസ്സിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പല സ്ഥലങ്ങൾ പോയി. അപ്പോൾ എൻ്റെ പട്ടം കിട്ടാനുള്ള സമയമായി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ടീച്ചറിനെ പോയി ഒന്ന് വിളിക്കണമെന്ന്. അങ്ങനെ ഞാൻ പല സ്കൂളുകളിൽ അന്വേഷിച്ച് ടീച്ചർ കാട്ടൂരെന്ന് വേണ്ട സ്കൂളിലാണ്. അങ്ങനെ ടീച്ചറിനെ കാണാൻ ചെന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ടീച്ചർ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു മോനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൂടാതെ വേറൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞു. ടീച്ചർ അങ്ങോട്ട് കരയാൻ തുടങ്ങി, കുറേ കരഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു ടീച്ചർ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം, ഞാൻ അന്ന് ചെയ്ത ഒരു കുഞ്ഞുപകാരം ഇത്രയും വലിയതായിരുന്നെങ്കിൽ എന്തോരം എനിക്ക് നന്മ ചെയ്യാമായിരുന്നു എന്നതിനെക്കുറിച്ച് ഓർത്താ ടീച്ചർ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു വലിയ 10ാം ക്ലാസ്സിൽ ഇതേപോലെ ഒരു സംഭവമുണ്ട്. അവിടെ അർത്തുങ്കൽ കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു വല്യപ്പനുണ്ട്, കണ്ടക്കടവൻ വല്യപ്പനു. അദ്ദേഹം മരിച്ചു കേട്ടോ. 10ാം ക്ലാസ്സിലേക്ക് ഞാൻ ജയിച്ചു. അപ്പോഴും അപ്പച്ചൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ എൻ്റെ അപ്പോൾ 15 വയസ്സൊക്കെ ആയി. ഇനി എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാൻ പറ്റുന്ന പ്രായമൊക്കെ. എൻ്റെ ചേട്ടൻ 10 വയസ്സ് മുതൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ ഞാൻ റിസൾട്ട് അറിഞ്ഞു, 10ലോട്ടായി. പക്ഷേ ഇനി പഠനം വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ ഈ വല്യപ്പം വഴിയിൽ നിൽക്കും. സാധാരണ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വല്യപ്പം, അങ്ങനെ അധികം സംസാരിക്കാറില്ല. അന്ന് എന്നെ കണ്ടപ്പോൾ എന്താടാ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞ റിസൾട്ട് അറിഞ്ഞു. ജയിച്ചോ? ജയിച്ചു, 10ലോട്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ എന്നിട്ട് എന്താ പരിപാടി? ഞാൻ പറഞ്ഞു പരിപാടിയൊന്നുമില്ല, ഇനി പഠനം നിർത്താൻ പോകണം, എനിക്ക് പുസ്തകമൊന്നും വാങ്ങിക്കാനില്ലെന്ന്. 10ലേക്ക് ജയിച്ചപ്പോഴാണ്? 10ലോട്ട് ജയിച്ചപ്പോൾ. അപ്പോൾ പക്ഷേ അമ്മച്ചിക്കും അപ്പച്ചനൊക്കെ എപ്പോഴും എന്ത് കഷ്ടപ്പെടാൻ പഠിപ്പിച്ചേ മതിയോ എന്നുള്ളത്. അതെ. അപ്പോൾ അങ്ങനെ ആ വല്യപ്പൻ അന്ന് പോക്കറ്റിൽ കൈയിട്ട് എനിക്ക് ഇങ്ങനെ കൈയിട്ട് കിട്ടിയത് 23 രൂപയാണെന്ന് തോന്നുന്നു. എന്നിട്ട് പറഞ്ഞു തിരിച്ച് നടക്കുന്നുണ്ട്. അർത്തുങ്കൽ സ്കൂളിൻ്റെ സ്റ്റോറുണ്ട്, അവിടുന്ന് പുസ്തകം വാങ്ങാൻ പറഞ്ഞു. വാങ്ങിയിട്ട് പോയാൽ മതി. അന്ന് എൻ്റെ എല്ലാ ടെസ്റ്റും വാങ്ങി, കുറച്ച് നോട്ട് ബുക്കും വാങ്ങാൻ ആ പൈസ ധാരാളമായിരുന്നു. ആ വല്യപ്പനും ഒരുപക്ഷെ ഒരു ദൈവമായിട്ട് എൻ്റെ ദൈവവിളിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അപ്പം അങ്ങനെ 2
വ്യക്തിത്വങ്ങളെ ഒരിക്കലും മറക്കാനാവാത്ത, എൻ്റെ മാതാപിതാക്കളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും മറക്കാനാവാത്ത വ്യക്തിത്വങ്ങളായിട്ട് ഓർക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ചെരുപ്പിൻ്റെ അപ്പോൾ എൻ്റെ നേരത്തെ ചോദിച്ചില്ലേ, ഇല്ലാത്തത് കൊണ്ട്, എനിക്ക് കാശില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കാശില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മയിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാശില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങളുടെ സഭയിൽ ചിലരൊക്കെ അങ്ങനെ ചെരുപ്പിടാതെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പെരുമ്പടപ്പിലായിരുന്ന സമയത്ത് ആദ്യം സുപ്പീരിയറായിട്ട് അപ്പോയിൻമെൻ്റ് സമയത്ത് അവിടുത്തെ കുറച്ച് യൂത്തുമായിട്ട് ഞങ്ങൾ മലയാറ്റൂരേക്ക് നടന്നു പോയപ്പോൾ അവിടെ ഈ ചെരുപ്പില്ലാതെയാണ് ഞാൻ നടന്നത്, ബാക്കിയുള്ള ചെരുപ്പ്. പക്ഷേ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, കുറേ എത്തിയപ്പോൾ എൻ്റെ കാല് പൊള്ളച്ച്. ചെരുപ്പിടാതെ ഞാൻ നടന്നു, ആദ്യമായിട്ട് ചെരുപ്പിടാതെ നടന്നു പോകണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് അവർ എന്നെ വേറൊരു വണ്ടിക്കാണ് അവിടെ എത്തിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, അങ്ങനെ ഇത്തിരി നടന്നു കഴിഞ്ഞപ്പോൾ ചെരുപ്പില്ലാതെ, ഈ ലോകത്ത് ചെരുപ്പില്ലാത്ത കുറേ പേരൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, അവരുടെ കാലൊന്നും പൊളകുന്നില്ലല്ലോ. അപ്പോൾ അവരോടും അനുഭവപ്പെടാം. പിന്നെ സഭ നിഷ്പാദക കർമ്മലീത്ത സഭ എന്നുള്ള പേര് കൂടെ ആണല്ലോ. ഞാനത് ആലോചിക്കായിരുന്നു, സഭയുടെ പേര് തന്നെ അതാണല്ലോ, നിഷ്പാദക കർമ്മലീത്ത സഭ. നിഷ്പാദക കർമ്മലീത്ത സഭ എന്ന് പറഞ്ഞാൽ ചെരുപ്പിടരുതെന്നൊരു അങ്ങനെ നിയമമില്ല. അത് ഞങ്ങൾ ഫോറിൻ രാജ്യങ്ങളിൽ കാംലേറ്റ് ഷൂ എന്ന് പറഞ്ഞൊരു ഷൂ ഉണ്ട്. അപ്പോൾ കുറച്ച് അവർ ചെരുപ്പ് ധരിക്കുമായിരുന്നു, കുറച്ച് തണുപ്പൊക്കെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഹോളുകളുള്ള ചെരുപ്പുകളാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തപ്പാടും ഇല്ലാതില്ല അങ്ങനെ അതിൻ്റെ. അല്ല, അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അച്ഛൻ വന്നത് എന്ന് അച്ഛൻ പറയായിരുന്നു. ഒരു വൈദികനായതിനു ശേഷം പലപ്പോഴും ചിലപ്പോൾ സാഹചര്യങ്ങളും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് മറന്ന് കുറച്ചുകൂടെ നന്നായി എന്ന് പറഞ്ഞാൽ കുറച്ച് സുഭിക്ഷമായി ജീവിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവും. അച്ഛന്മാർക്ക് മാത്രമല്ല, ആർക്കും ഉണ്ടാവാം. പക്ഷേ ഇവിടെ അച്ഛൻ്റെ ആ ഒരു 10-ാം പിയൂസ് പുണ്യവാളൻ്റെ ആ ഒരു പ്രയോഗം അച്ഛൻ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നതാണ് അച്ഛൻ കേൾക്കുമ്പോൾ നമുക്കും ആവേശം തരുന്നത്. അച്ഛൻ്റെ ആ ദാരിദ്ര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നും ആ ദരിദ്രാവസ്ഥയിൽ ബോധപൂർവം ജീവിക്കാനുള്ള അച്ഛൻ്റെ ഒരു ശ്രമവും സന്നദ്ധതയും, അതാണ് ഞാനും ഈ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ ചെരുപ്പിൻ്റെ കാര്യത്തിൽ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അച്ഛനെ ദൈവം അതിനൊക്കെ പ്രതിഫലം തരട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇപ്പോൾ അച്ഛൻ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ ചെല്ലാനത്ത്, ഇപ്പോൾ കഴിഞ്ഞ ഓഖി ദുരന്തം നടന്ന ആ സ്ഥലം മറുവക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓഖി ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് ചെല്ലാൻ. അവിടെ എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പോൾ സാഹചര്യങ്ങൾ? അവിടെ ഇപ്പോൾ കടൽക്കയറ്റത്തിൻ്റെ കെടുതി അങ്ങ് മാറി, പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തീർന്നിട്ടില്ല. കുറേ പേരുടെ വീടുകൾ തകർന്ന സ്ഥലങ്ങളും അതൊക്കെ ആയിട്ടൊക്കെ ഇപ്പോഴും ജനങ്ങൾ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സമയമെടുക്കും അല്ലേ? സമയമെടുക്കും അതിൻ്റെ. നമ്മളവിടെ എന്ത് ഹൗസാണ് അച്ഛാ നമ്മുടെ? അവിടെ നമ്മൾക്കൊരു ആശ്രമമുണ്ട്. അത് ഞങ്ങളുടെ ഫിർമൂസ് അച്ഛനാണ് അവിടെ മരിച്ചുപോയ ഫിർമൂസ് അച്ഛനാണ് അവിടെ ആ ആശ്രമം തുടങ്ങിയത്. ഓപ്ഷൻ ഫോർ ദ പൂർ എന്നതിലൊരു ഷെഡിലാണ് അച്ഛൻ ആശ്രമമായിട്ട് തുടങ്ങിയത്. അത് കാലക്രമേണ അതിൻ്റെ പുരോഗതി പ്രാപിച്ച് ഞങ്ങളൊരു സ്ട്രക്ചേർഡ് ബിൽഡിങ്ങൊക്കെ പണിതു. അവിടെ ഇപ്പോൾ ഒരു സോഷ്യൽ സെൻറ്റർ, വീഗാഡിൻ്റെ ഒരു സ്റ്റെബിലൈസർ യൂണിറ്റ് നമ്മൾ വീഗാഡിൻ്റെ സ്റ്റെബിലൈസർ യൂണിറ്റ് എന്ന് വെച്ചാൽ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള സാധാരണക്കാർക്ക് പെൺകുട്ടികൾക്ക് അവിടെയുള്ള ലേഡീസിന് ജോലി കൊടുക്കത്തക്ക രീതിയിൽ ഒരു സ്റ്റെബിലൈസർ യൂണിറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചാപ്പലുണ്ട്. പിന്നെ അവിടുത്തെ ജനങ്ങളുടെ സ്പിരിച്വൽ നീഡ്സൊക്കെ നോക്കി ഇടപെടാൻ വേണ്ടി പറയുന്നു. സാധാരണക്കാരനായ മനുഷ്യരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന പശ്ചാത്തലവുമായിട്ട് ഏകദേശമൊക്കെ അടുത്ത് പോകുന്ന സിമിലാരിറ്റിയുള്ളതാണ്. ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിംഗാണ് അവിടെ. ഈ നമ്മൾ ഈ ആളുകളോട് വളരെ അടുത്തിടപഴകി ജീവിക്കാനുള്ളൊരു സാഹചര്യം കൂടിയാണല്ലോ ചെല്ലാനം പോലത്തെ ഒരു പ്രദേശം എന്ന് പറയുന്നത്. പച്ചയായ മനുഷ്യർ, സാധാരണക്കാരെ മുമ്പ് പറഞ്ഞതുപോലെ ആർത്തുങ്കലെ കുറിച്ച് പറഞ്ഞു. പക്ഷേ കുറേ കൂടെ പാവപ്പെട്ട ആളുകൾ, ഒത്തിരി പേരും കടലിൽ പോയി ഒക്കെ ജീവിക്കുന്ന ആളുകൾ, ആ പ്രദേശങ്ങളിൽ സ്ത്രീകൾക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് വെച്ചാൽ അങ്ങനത്തെ ചില അനുഭവങ്ങൾ അവരുടെ കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില അവരുടെ ഇപ്പോൾ അവിടെ ജോലിക്ക് വരുന്നത് തന്നെ അവർക്ക് അവരുടെ വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ. ചില കുടുംബങ്ങൾ, ചില വ്യക്തികളൊക്കെ നമ്മൾ പുറമേ കാണുമ്പോൾ അവർ നന്നായിട്ടൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് പറയുന്നു. അവർ വ്യക്തിപരമായിട്ട് അവരെയൊക്കെ അറിയുമ്പോൾ അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ തീരെ വിഷമം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് കൂടെ ഇടപെടാനും അവർക്ക് ഒരു സപ്പോർട്ട്, എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ശമ്പളം ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും
സാധിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കഴിയുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി സ്ത്രീകൾക്ക് ജോലിക്ക് ആവശ്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം ഇപ്പോൾ കുറച്ച് ആൾക്കാർ കടലിൽ പോകുന്നവരുണ്ട്, കുറച്ച് പേരല്ലാത്ത ജോലികളിലേക്ക് തിരിയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ഈ ഒരു ഓഖി ദുരന്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിലുണ്ടായിരുന്നൊരു ചിന്തപ്പാടാണ് ഈ ആൾക്കാരെ ഏതെങ്കിലും നല്ല ഉദ്യോഗങ്ങളിലേക്ക്, ഗവൺമെൻറ് തലങ്ങളിലെ ഉദ്യോഗങ്ങളിലേക്കൊക്കെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ 18-ാം തീയതി ഞങ്ങളൊരു PSC കോച്ചിങ് സെൻറ്റർ അവിടെ ആരംഭിച്ചേക്കെ. അപ്പോൾ ഒത്തിരി കുട്ടികൾ, ഒരു 60-നടുത്ത് കുട്ടികൾ ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാവങ്ങളോട് ചേർന്ന് നിൽക്കാത്ത സഭയ്ക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനും നിലനിൽപ്പില്ല, സഭയിലൊരു സംവിധാനങ്ങൾക്കും നിലനിൽപ്പില്ല. അതുതന്നെയാണല്ലോ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വളരെ ആഴപ്പെടുന്ന ഒരു സ്പിരിച്വാലിറ്റിയും കൂടിയാണ് കർമ്മലിത്ത സഭയ്ക്ക് എന്നുമുള്ളത്. അപ്പോൾ എന്താണ് അച്ഛനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കാരണം പാവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭ, അതിൻ്റെ പ്രാധാന്യം. അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇതിൻ്റെ ഇനാഗുറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ അഗസ്റ്റിൻ മുള്ളൂർ അച്ഛൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതൊരു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനല്ല, ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. അതായത് കർമ്മലിത്ത കാരിസം എന്ന് പറയുന്ന പ്രാർത്ഥന, കോണ്ടംപ്ലേറ്റീവ് പ്രയറാണ്, അപ്പോസ്റ്റലിക് ആക്ടിവിറ്റീസ് എന്നാണ്. അപ്പോൾ കോണ്ടംപ്ലേറ്റീവ് പ്രയർ എന്ന് പറയുമ്പോൾ അങ്ങ് മാറി നിന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയിൽ ഉരുത്തിരിയുന്ന ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ സഹജൻ്റെ വേദന അറിയുക എന്നുള്ളതാണല്ലോ. മലമുകളിലിരുന്ന് കർത്താവ് പ്രാർത്ഥിച്ചിട്ടും കർത്താവോട് മലമുകളിലിരിക്കുന്നില്ല. കടലിലെ ശിഷ്യന്മാരുടെ തിരമാലകളോടുള്ള മല്ലടിപ്പ് കണ്ടതുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്നല്ലോ. അതേപോലെ പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് കർമ്മലിത്ത ആധ്യാത്മികത പഠിപ്പിക്കുന്നത്. താങ്ക് യു അച്ഛാ. കാരണം എനിക്ക് ചില കർമ്മലിത്ത വൈദികരെ കുറിച്ചുള്ള ചില പുസ്തകങ്ങളൊക്കെ എനിക്ക് ഫാദർ മെരി യുജിൻ എന്ന് പറയുന്ന ഒരു കർമ്മലിത്ത ഒരു സഭയുടെ ഭാഗമായിരുന്നൊരു വൈദികൻ, അദ്ദേഹത്തിൻ്റെ ഇന്നൊരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ പറയുന്നൊരു കണ്ടംപ്ലേഷനിൽ നിന്ന് ഉണ്ടാവുന്നൊരു ഊർജ്ജത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന കർമ്മലിത്ത സഭയുടെ ഈ മനോഹരമായ രീതി വളരെ പ്രധാനപ്പെട്ടാണ്. അച്ഛൻ പറഞ്ഞ പോലെ എന്നും പാവങ്ങളെ മനസ്സിലാക്കാനും പാവങ്ങളോട് ചേർന്ന് നിൽക്കാനും കഴിയുന്നൊരു സഭയാണ് കർമ്മലിത്ത സഭ. അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഇതിൽ തീർച്ചയായിട്ടും പങ്കുവെക്കണം. എങ്കിലും അച്ഛൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം 2 കാര്യങ്ങൾ മാത്രം ഞാൻ അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ പറയണം. ഒന്നാമത്തൊരു കാര്യം, വീട്ടിൽ അപ്പച്ചൻ്റെ ഒരു സ്വാധീനം, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു സ്വാധീനമാണ് അച്ഛനെയും ഒരുപക്ഷെ പെങ്ങന്മാരെയൊക്കെ അല്ലെങ്കിൽ മറ്റു സഹോദരനെയൊക്കെ ഈ ഒരു ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സഹായിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. രണ്ടാമത്തൊരു കാര്യം, കുടുംബത്തിൽ ധാരാളം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അച്ഛൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ച ആ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ധാരാളം അനുഭവങ്ങൾ തന്നിട്ടും ഇന്നും വളരെ ബോധ്യത്തോടെ ദരിദ്രനായി ജീവിക്കേണ്ടി വന്ന, ഇന്നും ജീവിക്കാനും ദരിദ്രനായി ജീവിതം അവസാനിപ്പിക്കാനുമുള്ള അച്ഛൻ്റെ ആ ഒരു ആഗ്രഹവും അതിനുള്ള ശ്രമവും ദൈവം കാണട്ടെ. താങ്ക് യു അച്ഛാ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല